ജാലക്കാരി വയറിലാവട്ടെ, ആ ജാലക്കാരി അങ്ങ് വയറിലാവട്ടെ. അവിടെ നോക്കൂ, അവിടെ നോക്കൂ. ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് ചെക്കനാണി, ചെക്കൻ ചെക്കൻ. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ. നമ്മളൊന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. കൂടെ പാറുവിൻ്റെ കുഞ്ഞി ചക്കാപ്പി ഉണ്ട് കേട്ടോ. വേറെ ഇങ്ങോട്ടുമല്ല, നമ്മൾ നേരത്തിലായിട്ടാണ് കേട്ടോ പോണത്. അവിടുത്തെ ഒരു കോഫി ഷോപ്പ് പോലെ ഒരു സെറ്റപ്പാണ്, അടിപൊളിയാണ്. അവിടുത്തെ സ്നാക്സും കോഫി ടീ ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം പാറുവിനെയും കുട്ടീനെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ പോവാണ്. എന്ത്? ആ, ഞാൻ കണ്ടില്ല. നമ്മളെവിടെ പോന്നേ സായോ? എവിടെ പോന്നേ? ചായ കുടിക്കാൻ. ചായ കുടിച്ചാൻ? ഏകദേശം ഒരു 5 മണി 5:30 ആ ഒരു ടൈമിലാട്ടോ നമ്മൾ ഇറങ്ങുന്നത്. ഈ ഒരു ടൈമിൽ നല്ല രസമല്ലേ കാണാൻ, വണ്ടികളും ലൈറ്റ്സും. അങ്ങനെ വലിയ ലൈറ്റ്സൊന്നും ഇല്ല, എന്നാലും നല്ല രസമാണ് കാണാൻ. ഇവിടെ പൂക്കോട്ടുംപാടത്ത് കുറേ ഇങ്ങനെ ചെറിയ ഷോപ്പുകളുണ്ട് കേട്ടോ, അതായത് കോഫി ഷോപ്പുകൾ പോലെ. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കഴിച്ചിട്ട് നല്ല സ്നാക്സ്, സ്പെഷ്യലി കപ്പ ബിരിയാണി അടിപൊളിയാണ്. നേരത്തിലെ കപ്പ ബിരിയാണി അടിപൊളിയാണ്. ബാക്കി സ്നാക്സുകൾ ഫുള്ള് നല്ല രസമുണ്ട് കേട്ടോ. എല്ലാം ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു, കാരണം ഒരു 2-3 വട്ടം ആയാലും അവിടേക്ക് ഇങ്ങനെ കയറുന്നു. അടിപൊളിയാണ്, അവിടുത്തെ എല്ലാം സൂപ്പറാണ്. ശരിക്കും ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ, ഇടാനുള്ള ഒരു സമയം കിട്ടിയില്ല, എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളവിടെ എത്തി കേട്ടോ. സീറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വലിയ കുഴപ്പമില്ല കേട്ടോ, ഇന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നല്ല റഷായിരുന്നു. അത് ഉണ്ട്. ഇതെന്ത് സാധനം? മഴ ചായ കപ്പ ബിരിയാണിയൊക്കെ വന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാ സാധനങ്ങളും, കപ്പ ബിരിയാണിയും അടിപൊളി. ഞങ്ങൾ 3 പേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. ഇതെന്തിനാ ഇവളിങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചാൽ, അവിടെ നിന്ന് ഇറങ്ങുവോളം ഒരു കുഴപ്പമില്ലായിരുന്നു. ബില്ലൊക്കെ പേ ചെയ്ത് റോട്ടിന് അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിൽ. അത് ഉപ്പിലിട്ട മാങ്ങ അവൾ അവിടെ കണ്ടു, അത് അവൾക്ക് വേണമായിരുന്നു. അത് വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കരയുന്നത്. അപ്പോൾ പിന്നെ അത് ഏട്ടൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്കത് പിന്നെയും തിരിച്ചു പോയി അതൊക്കെ മേടിച്ച് കൊടുത്ത് ഹാപ്പി ആക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുവരുന്നത്. നല്ല രസമല്ലേ ആ ഒരു ഭാഗം കാണാൻ, ആ ഒരു നേരം. അപ്പോഴത്തേക്കൊക്കെ കുറേ ആൾക്കാർ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അച്ഛനും മോളും കൂടെ പോയിട്ട് മോൾക്ക് വേണ്ട സാധനമൊക്കെ അച്ഛൻ മേടിച്ച് കൊടുത്തു, ഹാപ്പി ആക്കിയിട്ട് കൊണ്ടുവന്നു കേട്ടോ. മുഖത്തെ ആ ഒരു ഗൗരവം അങ്ങോട്ട് മാറിയിട്ടില്ല. പിന്നെ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിന്നപ്പം മീൻ എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി. ഇങ്ങനെ ആരോ എന്തിനാ കരയുന്നേ?
അവിടുത്തെ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ഉഷാർ കേട്ടോ, ഒന്നും പറയാല്ല. ഇത്തെ മസാലയും കാര്യങ്ങളും. നമ്മുടെ നേരത്തിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ ഏട്ടൻ പറയുന്നത്. നല്ല അടിപൊളി സ്നാക്സാണ്, മസാലയൊക്കെ സെറ്റാണെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.